കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട CPIM നേതാവ് PV സത്യനാഥിന്റെ സംസ്കാരം രാത്രി 8 മണിക്ക് മൃതദേഹം പെരുവട്ടൂരിലെ വീട്ടിലെത്തിച്ചു. കൊയിലാണ്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിൽ മന്ത്രിമാരുൾപ്പെടെ നിരവധി ആളുകളാണ് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത്. സത്യനാഥിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അഭിലാഷിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമെന്നാണ് നിഗമനം. കൊലയ്ക്കുപയോഗിച്ച ആയുധം കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ്. തുടരന്വേഷണത്തിന് പോലീസ് പ്രത്യേക സംഘം രൂപീകരിക്കും. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, നാട്ടിലേറെ സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുദർശനത്തിലുടനീളം വലിയ പൊതുജന പങ്കാളിത്തം, അല്ലെങ്കിൽ അവസാനമായി സത്യനാഥനെ കാണാൻ ഒരുപാട് പേര് ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടു. ഈ കൊലപാതകമുണ്ടാക്കിയ ഒരു നടുക്കമുണ്ട്. പ്രത്യേകിച്ച് 6 കൊല്ലം മുമ്പ് വരെ CPMന്റെ ഭാഗമായിരുന്ന CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന അഭിലാഷ് എന്താണ് ഇങ്ങനെ ജീവനെടുക്കുന്ന നിലയിലേക്ക് സത്യനാഥിനോട് വൈരാഗ്യമുണ്ടാകാൻ കാരണമെന്നത് ഇപ്പോഴും അവ്യക്തതയെ തുടരുകയല്ലേ? തീർച്ചയായും ഗൂഗിൾ, ഏറെ സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു PV സത്യനാഥ്. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയായ PV സത്യനാഥിൻ്റെ വിയോഗം വളരെയധികം വലിയ രീതിയിലാണ് നാട്ടുകാരിൽ ഞെട്ടലുളവാക്കിയിരിക്കുന്നത്. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ പൊതുദർശനത്തിന് ശേഷം നിലവിൽ മൃതദേഹം പെരുവട്ടൂരിലുള്ള PV സത്യനാഥിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 100 കണക്കിന് പേരാണ് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എത്രത്തോളം അദ്ദേഹം ഈ നാട്ടുകാരുമായി ചേർന്ന് നിന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു ജനങ്ങളുടെ വീട്ടിലേക്കുള്ള ഒഴുക്ക്. ആ രീതിയിൽ അദ്ദേഹത്തെ അവസാനമായി കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ, അണമുറിയാത്ത ജനം തന്നെ ഈ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെ സംബന്ധിച്ച് ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ആയുധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് PV സത്യനാഥിനെ അഭിലാഷ് കൊലപ്പെടുത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ട് ഇതിനായുള്ളൊരു തിരച്ചിൽ നടത്തും. ഈ ആയുധം കണ്ടെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തും എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. കൊയിലാണ്ടി CIയുടെ മേൽനോട്ടത്തിലുള്ള 7-അംഗ അന്വേഷണ സംഘമാണ് നിലവിൽ അക്കാര്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും PV സത്യനാഥിനെ ശരീരത്തിൽ 6ഓളം ആഴത്തിലുള്ള മുറിവുകളാണുള്ളത്. എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനിടയായ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിനിടയാക്കിയത് എന്നുള്ള മൊഴിയാണ് അഭിലാഷ് നൽകിയിരിക്കുന്നത്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ CPM അംഗമായിരുന്നു ഈ അഭിലാഷ്. തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. നേരത്തെ 5ഓളം സ്ഥലങ്ങളിൽ പൊതുദർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊയിലാണ്ടിയിലേക്ക് എത്തിച്ചത്. കൊയിലാണ്ടിയിൽ പൊതുദർശനത്തിന് മന്ത്രി PA മുഹമ്മദ് റിയാസ്, KK ശൈലജ, P മോഹനൻ, P ജയരാജൻ, MV ജയരാജൻ ഉൾപ്പെടെ നിരവധി മുതിർന്ന CPM നേതാക്കളാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഒപ്പം തന്നെ വിവിധ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ 100 കണക്കിന് പേർ കൊയിലാണ്ടിയിലും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിച്ചേർന്നിരുന്നു. നിലവിൽ പെരുവട്ടൂരിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. അതിനുശേഷം ഏതാണ്ട് 8 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഗൂഗിൾ, നാട് നടുങ്ങിയ കൊലപാതകമാണ്. ആഘോഷലഹരിയിലായിരുന്ന ഒരു അമ്പലമുറ്റത്താണ് ചോരക്കളമായി മാറിയത്. ആയുധം എന്തായാലും അത്തരത്തിൽ ജീവൻ എടുക്കുന്ന നിലയിൽ ഒരു ആക്രമണത്തിന് അഭിലാഷിനെ പ്രേരിപ്പിച്ചത് എന്താണ്? അങ്ങനെ ഒരു വലിയ വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നതാണ് ഇപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ കാര്യത്തിൽ ഉണ്ടാകും. സത്യനാഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും പുറത്തുവരും എന്ന് തന്നെയാണ് CPM നേതൃത്വവും പ്രതികരിക്കുന്നത്.